നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം, വീട്ടിനേക്കാളും വലിയൊരു കാര്യം ഇവിടെ നിൽക്കുക, ഇവളുടെ സ്വന്തമായ കാര്യം ചെയ്യുക എന്നതാണ്. ഇവരെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്നേഹം അച്ഛനോടാണ്. അതാണോ ഈ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേന് അച്ഛന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എനിക്ക് പറഞ്ഞ പാപ്പി പറഞ്ഞ ജീവനാണ്. അച്ഛന് എന്തോ പറയാറ് അന്നേരം മോള്? അച്ഛൻ കരയും. പാപ്പിമോളുടെയും വീട്ടുകാരുടെയും ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന്. അവരുടെ ഏറ്റവും വലിയ സന്തോഷം സ്വന്തമായൊരു വീട്. കൂടുതല് ആള് വീട്ടിലെല്ലാവരെക്കാളും കൂടുതൽ ഇത് അച്ഛനോടാണ്. നമ്മളോടൊക്കെ ഉണ്ട്, എന്നാലും ഒരു സ്നേഹം ഒരുപടി കൂടുതൽ അച്ഛനോട് തന്നെയാണ്. എല്ലാം കണ്ട് നടന്നു പോകാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ വണ്ടിയിൽ പോവാനും അങ്ങനെ ടാറ്റ ടാറ്റ എന്ന് പറയും. കുറെ ദിവസം നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ പറയും അമ്മ ടാറ്റ, അച്ഛ ടാറ്റ, അങ്ങനെ പറയും. വെറുതെ ഒരു റൗണ്ട് ഒരു 150 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് വെറുതെ കറങ്ങിട്ട് വരും, ഒരു ചായയും കുടിച്ചിട്ട്. ദേഷ്യം വരുമ്പോഴത്തേന് അച്ഛനെ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല, എന്നെ എപ്പോഴും അവള് ഉപദ്രവിക്കുന്ന ചെവിയിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ചെയ്യില്ല. അപ്പം അത്രയും അച്ഛനെ എപ്പോഴും ഇങ്ങനെ ചെവിയിലെ പിടിച്ച് വലിക്കും, എന്നെ വല്ലപ്പോഴും കയ്യിലെ പിടിച്ചും. അമ്മനെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അവൾ അത്രയും ഇതായിട്ട് പുറത്തത്തെ ആരെയും ഒന്നും ചെയ്യില്ല. എന്റെ യൂട്യൂബ്, ഞങ്ങളുടെ വീഡിയോസ്, ഇവളുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിന് വേണ്ടിട്ട്. പണിയൊക്കെ നമ്മൾ ചെയ്ത് AC ഇൻവെർട്ടർ, നമ്മൾ ചെറിയ വീട്ടിന്റെ ആവശ്യമൊന്നുമില്ല. പാപ്പി ചൂട് പറ്റില്ല പറഞ്ഞപ്പോ അവര് AC ഇൻവെർട്ടർ വെക്കണം മറ്റാ അങ്ങനെ സ്പോൺസർ ചെയ്തിരുന്നു. പല വീഡിയോസും അച്ഛൻ കാണാണ്ടായിരിക്കും നമ്മൾ എടുത്തു വെക്കണത്. അച്ഛൻ ചീത്ത പറയുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്തിട്ട് അതിന് മുന്നുള്ള ഭാഗമായിരിക്കും ഇടുന്നത്. ഇതൊക്കെ ചെയ്യണ അമ്മയാണ്. അച്ഛൻ കാണാണ്ട് പോയി വീഡിയോസ് എടുക്കുക. നേരത്തെ താമസിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞ ഒരു ഓലപ്പേരയിലായിരുന്നു. കിടന്നിട്ട് മേളിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് മാനം കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് സ്വന്തക്കാരൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലേ? മോക്ക് സുഖമല്ലോ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നൂടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടും പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ പാപ്പിക്ക് 10 വയസ്സായി സംഭവം. അവിടെ പറഞ്ഞ 2 വയസ്സാകുമ്പോൾ നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാപ്പി ഇങ്ങനെയുള്ള കുട്ടിയാണെന്ന് അറിയുന്നത്. അതിന്റെ കമന്റ് മുഴുവൻ അച്ഛൻ ഇരുന്ന് വായിക്കും. അച്ഛന്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെ എല്ലാ കമന്റും അച്ഛൻ വായിച്ചു. അങ്ങനെ വന്നിട്ടുണ്ട് ഒരു വൈഷ്ണവ് പ്രകാശ് വന്നിട്ട് ഈ കുട്ടിനെ എന്തിനാ ഇരുത്തണത്, കൊണ്ടുപോയി കുളത്തിൽ കൊണ്ട് കള, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കാണുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് ആരാണെന്ന് പോലും അറിയില്ല. അവർക്ക് ചിലപ്പോ സൈബർ സെല്ലിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഏതൊരു അച്ഛനും സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ് പറയുന്നത്. ചോപമാനം മഹീയതേ ധാന്യം ധനം പശും. നേരെ വിളക്ക് വേണ്ട, ഫുള്ള് തുറന്നോളൂ. ഒരു അടുക്കള കൊണ്ട് വെക്കുന്നു. ഈ 2 ദിവസമൊക്കെ ഉള്ളൂ. പാപ്പിമോളുടെയും വീട്ടുകാരുടെയും ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന്. അവരുടെ ഏറ്റവും വലിയ സന്തോഷം സ്വന്തമായൊരു വീട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം പാപ്പിമോളെ. ഷൈക്കൻ്റെ നീ ചായയൊക്കെ കുടിച്ചോ? ചൂട് കാരണം. പാപ്പി എന്താ ചോദിക്കേ? രാവിലെ നേരത്തെ എണീറ്റാണോ? ഷേക്കേണ്ടി വരാം, വെള്ളം വേണമെങ്കിൽ.
പാപ്പി ഹലോ പറയ്. ഹായ്. ആ. രാവിലെ ഇപ്പൊ എപ്പോഴാണ് എണീക്കുന്ന മോള്? 10 മണി. 10 മണി. 10-11 മണി. 11-10. ഉറങ്ങുമ്പോ 12 അത്ര സമയാവും, എണീക്കുമ്പോ അതുപോലെ സമയാവും. പക്ഷെ ഇന്ന് നേരത്തെ ഇന്ന് എണീപ്പിച്ചു നേരത്തെ വിട്ടതിന്റെ ഒരു ക്ഷീണമാണ്. എണീപ്പിച്ച് നേരത്തെ എണീപ്പിച്ചിട്ട് എണീറ്റിട്ട് 5:30 മറ്റേ ഹോം വർക്ക് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ പാർട്ടി മറ്റേ മെയിനായിട്ട് വേണമല്ലോ. അപ്പൊ പിന്നെ അതിന് എണീറ്റ് കുളിച്ച് നമുക്ക് അതിന്റെ വർഷമാണ് നമ്മൾ പാപ്പി. അതിന്റെയാണ് ഇപ്പൊ ആള് അനുകൂലം ഇരിക്കണേ. നമ്മൾ കടത്തു പോകുമ്പോ എന്നെ അടക്കം തള്ളിക്കൊണ്ടിരിക്കും, ഉറക്കം വന്നിട്ട് കൊണ്ടിരിക്കുക. ഇന്നിപ്പോ രാവിലെ തന്നെ തുടങ്ങിയില്ലേ? രാവിലെ 5:30 വരെ ഒന്ന് മറ്റേ ഹോം വർക്ക് ചെയ്ത് എത്ര നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ വീട്? പറഞ്ഞ ഞങ്ങളെ പറഞ്ഞ അവര് പറയുന്നുണ്ട്. ഒരു 12 വർഷം 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇവളെ പ്രസവിച്ചപ്പോ അങ്ങനെ വീട്ടിന്റെ ഒരു ഇതൊന്നും തോന്നിയില്ല. ഇവള് വന്ന ശേഷം നമുക്കൊരു വീട്, അതൊരു സ്വപ്നമായിരുന്നു. പിന്നെ ഇവളിങ്ങനെ ആയില്ലേ, പിന്നെ ഇവളുടെ പിന്നാലെ ഓട്ടോ ആയി. ഇവളുടെ ഒരു 12ാമത്തെ വയസ്സിലാണ് വീടെന്ന സ്വപ്നം ഇതായത്. പിന്നെ ഇത് പറഞ്ഞാൽ മറ്റേ ഇവര് വന്നിട്ട് ചാലക്കുടി നിന്നിട്ട് 3 ദിവസമായിട്ടില്ല സംഭവം. പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യം പാല് വെച്ച ദിവസം വന്നിരിക്കേണ്ടത് നാട്ടിൽ നമ്മുടെ മറ്റേ തറവാടുണ്ട്, അവിടെ പറഞ്ഞ ഷെഡ് സംഭവം. പിന്നെ തറവാട്ടില് മറ്റേ അമ്മയെ ഏട്ടനും ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് നമ്മള് പറയുമ്പോ എനിക്കാകുമ്പോ കുഴപ്പമില്ല, കിടക്കുന്ന നക്ഷത്രം കാണാം, മഴ പെയ്ത ഉള്ളി മൊത്തം വെള്ളമാണ് സംഭവം. മഴ വീണ മറ്റേ ഓല ഷെഡ് സംഭവം. അപ്പൊ പിന്നെ ഞാൻ മറ്റേ അവരെ ഇങ്ങോട്ട് വിളിക്കേണ്ട പറഞ്ഞിട്ട് ഇവര് മിഞ്ഞാന്ന് പോയിട്ട് ഇവര് പാലക്കാട് പോയിട്ട് വിളിച്ചിട്ട് വന്നു. ഇവിടെ തന്നെ വന്നിട്ട് മറ്റേ തന്നെ ഇവിടുന്ന് ഭക്ഷണം വെക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങള് മറ്റേ ഹോട്ടലിൽ തന്നെ ദോശ അങ്ങനെ ആയിട്ട് 2 ദിവസം അങ്ങനെ തള്ളി നീക്കൊണ്ടിരിക്കും. ഇന്നേക്ക് ഇല്ല സെറ്റായി. ഇനിയിപ്പോ കുഴപ്പമില്ല. ഇനിയിപ്പോ ഇവിടെ താമസിക്കാം. ഇനിയിപ്പോ ഇവിടെ ഉണ്ണിന്റെ ട്രീറ്റ്മെന്റിന് പോവും. ചാലക്കുടിയിലെ ഡോക്ടർ സംഗീത സാറാണ് ഉണ്ണിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ അടുത്ത് പോയ ശേഷമാണ് മാറ്റങ്ങളും കാര്യങ്ങളും കണ്ടു തുടങ്ങിയത്. അപ്പൊ എന്തായാലും നമ്മള് തിരിച്ചൊരു 10 ദിവസം ഇരുന്നിട്ട് പാല് കാച്ചൽ കഴിഞ്ഞ് വീട് അടച്ചിടാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോവും. ട്രീറ്റ്മെന്റ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം, വീട്ടിനേക്കാളും വലിയൊരു കാര്യം ഇവള് നിൽക്കുക, ഇവളുടെ സ്വന്തമായ കാര്യം ചെയ്യുക എന്നതാണ്. നമ്മുടെ കാലശേഷം ഇവള് ഓക്കെ ആവണ്ടേ. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് നമുക്ക് അത്യാവശ്യമാണ്. അവളുടെ ജീവിതം തന്നെ വഴിത്തിരിവാക്കിയ ഒരു ഇതാണത്. ഞങ്ങൾ പോവും. ഇപ്പൊ മോള് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പൊ ജനിച്ചപ്പോ മുതൽ മോൾക്ക് ഈ ഒരു ജനിച്ചപ്പോ 8ാം മാസം ജനിച്ചതാണ്. കണ്ണിലെ തിമിരം വന്ന് ലെൻസ് ഒക്കെ എടുത്തതാണ്. ഇങ്ങനെ അപ്പൊ ഈ 1,400 വെയിറ്റ് ഉണ്ടായിരുന്നോളൂ അന്നൊക്കെ അവള്. അപ്പൊ ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോക്കും അതും ഇതൊക്കെ ആവുമ്പോ ഇവള് ഓക്കെ ആവും വെയിറ്റ് ഇല്ലാത്തത് കാരണമല്ലേ എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ അത് സെർബൽ പൾസിലേക്കാണ് അങ്ങടേക്കും മാറിപ്പോയത്. അപ്പൊ നമ്മൾ എവിടെ പോയാലും ബ്രെയിൻ ഡാമേജ് ആണ്, ഒരു നടക്കില്ല. ഇനിയും താഴേക്ക് പോവുള്ളൂ, മേലേക്ക് വരേണ്ട ഒരു സാധ്യതയും ഇല്ല എന്നല്ലാതെ കുട്ടി ഓക്കെ ആവും അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റിലാണ് അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നതും. ഇവളിതല്ലായിരുന്നു, ഇതിന്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായി മെലിഞ്ഞ് കാഴ്ചയും കമ്മിയായിരുന്നു. ചെവി മാത്രം നന്നായി കേൾക്കാം. കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ മറിഞ്ഞ് പോവൊക്കെ ആയിരുന്നു. അതുപോലെ ഈ വയറൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ കുടുങ്ങി ഒരു എന്തോ പറയാൻ പോലെ, അതുപോലെ കാലൊന്നും ഒട്ടും ഇങ്ങനെ ആയിരുന്നില്ല. കാലായിരുന്നു ശോഷിച്ചിട്ട് ഇങ്ങനെ ഇത്ര പേരിലൊന്നും വണ്ണമില്ല, ഇങ്ങനെ നന്നായി മെലിഞ്ഞൊരു ഇതായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവള് നടക്കില്ല, ഇവളിങ്ങനെ ആയിരിക്കും എന്നാണ് ചിന്തിച്ചത്. പക്ഷെ പിന്നീട് അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം. ഇനിയും എല്ലാവരും പ്രാർത്ഥന വേണം. ഈ വീഡിയോ കാണാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അവൾക്ക് വേണ്ടിട്ട്, അവള് വേഗം ഓക്കെ ആയി വരാൻ വേണ്ടിട്ട്. അല്ലേ പാപ്പിയെ? ഇപ്പൊ ഈ നേരത്തെ ഒട്ടും കാഴ്ച ഇല്ലായിരുന്നു എന്നല്ല പറഞ്ഞത്. കാഴ്ചയും കേൾവി ശക്തി എങ്ങനെ ഉണ്ടായിരുന്നു? കേൾവി നല്ലോണം ഉണ്ട്, കാഴ്ചയാണ് ബുദ്ധിമുട്ടാണ്. ഓലപ്പെരയിലൊക്കെ ഇരിക്കുമ്പോ എലി വന്ന് താഴെ വീണാൽ അവൾക്ക് അറിയില്ല. പെരയിൽ കൂടെ എലിയും ഇതൊക്കെ വരുമല്ലോ, താഴെ വന്ന് വീണാൽ അവളുടെ പാട് നോക്കി കളിക്കും. പക്ഷെ അതുകളൊന്നും ഇവിടെ ഇത്രയും കാലം ഉപദ്രവിച്ചിട്ടില്ല. നമ്മളവിടെ ഒരു ഇവളെയും കൊണ്ട് എത്ര വർഷമായിരുന്നു നമ്മള്? 10 വർഷത്തില് കൂടുതൽ അല്ലേ? അല്ല, ഒരു 9 വർഷത്തോളം അവിടെ ഇരുന്നിട്ടുണ്ട് നമ്മള്. ഓലപ്പെരയിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴും അവൾക്ക് അങ്ങനത്തെ ഒരു ഉപദ്രവം ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പൊ കാഴ്ചക്ക് അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. 24 എങ്ങാണ്ടായിരുന്നു കണ്ണിന്റെ ഒരു ഇത്. ഇപ്പൊ 9ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അത്രയും കണ്ണിന് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം കഴുത്താണെങ്കിലും അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്.
അതില് പറഞ്ഞ ആ മനസ്സിലാവുന്നത് പറയണത് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് പ്രതികരിക്കാനും നല്ലതാണെങ്കിൽ ആ രീതിക്ക് എടുക്കാനും ഇനിയിപ്പോ അവളെ ചീത്ത പറഞ്ഞ നമ്മള് കാര്യമായിട്ടൊക്കെ ചീത്ത പറഞ്ഞാൽ അതിന് വിഷമിക്കും, തമാശക്ക് പറഞ്ഞ ആ രീതിക്ക് എടുക്കും. പിന്നെ അവളെന്നെ ഇപ്പൊ അവളുടെ ചില കാര്യങ്ങളൊക്കെ പറയാനും തുടങ്ങിയിട്ടുണ്ട്. വിശക്കുമ്പോ ഇങ്ങനെ വയറാക്കും, ചോറ് എന്ന് പറയും ചേച്ചി, അങ്ങനെ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ അവൾക്ക് എങ്ങനെ കൊടുക്കാൻ മറന്ന് അവള് പറയും ചേച്ചി ചായ തന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കാനൊക്കെ തുടങ്ങി. ഇപ്പൊ മോൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രായം മുതലാ ഒന്ന് സംസാരിക്കാൻ പതുക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? എപ്പോ മുതലായിരുന്നു? ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. അമ്മ അച്ഛ എന്നൊക്കെ പറയണത് 5 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ ചെറിയ വാക്ക്, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. 2 വാക്കൊക്കെ കൂടുമ്പോ ഇപ്പം അച്ഛന്ന് പറയണ മുന്നേ അപ്പ എന്ന് പറയും, ചേച്ചി എന്നൊന്നും അങ്ങനെ പറയാൻ കിട്ടില്ല. അമ്മ എന്ന് പറയണ അമ്മ എന്ന് പറയും. പിന്നെ എന്നെ മുന്നേ ഓച്ചി അങ്ങനെയൊക്കെ ആയിരുന്നു വിളിച്ചത്. അങ്ങനെ ചായ, അതും അങ്ങനെ ചായ എന്ന് അവള് മുന്നോട്ട് പറയായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് കുറച്ചിങ്ങനെ നമ്മളെ സംസാരിക്കില്ലേ അതുപോലെ അവള് അവളുടെ രീതിക്ക് പറയും. നമ്മളൊന്ന് കുറച്ചൊന്ന് ഇതാക്കി ഒന്നുകൂടി കേൾക്കുമ്പോൾ നമുക്ക് നന്നായി ശ്രദ്ധിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിക്ക് ആയിട്ടുണ്ട്. എല്ലാം മനസ്സിലായില്ലെങ്കിലും ഇടയിലെ ചില വാക്കുകൾ പറയാം. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് മനസ്സിലാക്കൂല്ലേ? കൂടുതലും അച്ഛന്റെ അടുത്താണോ മോള് നിൽക്കാറ്? കൂടുതൽ പറഞ്ഞാൽ മറ്റേ എന്നെ കണ്ടു പറഞ്ഞാൽ ഒത്തിരി സ്നേഹം കൂടുതലാണ്. ഇപ്പോൾ കുറേ ഇപ്പോൾ ഞാൻ അവിടെ ഇല്ല, നമ്മൾ ചാലക്കുടിയിലിൻ്റെ അടുത്ത്. പിന്നെ ആള് ഇതാകുമ്പോൾ ആൾക്ക് അച്ചാച്ച പറഞ്ഞ് വിളിക്കും. പിന്നെ അത് എന്നെ കൂടുതലൊക്കെ കൂടുതൽ കാര്യം അച്ഛനെയാണ് കൂടുതൽ കാര്യം. ചെക്ക വിളിക്കും, പോടാ ചെക്ക വാ, അച്ചാജി, അങ്ങനെ അച്ചാജി വാടി അങ്ങനെയൊക്കെ പറയും. അച്ഛനോടാണ് അച്ഛൻ വരാണ്ടിരിക്കുമ്പോ പറയും അച്ഛൻ ഇത്തല്ല, അച്ഛൻ ഇത്തല്ല എന്ന് പറയും. കൂടുതല് ആള് വീട്ടിലെല്ലാവരെക്കാളും കൂടുതൽ ഇത് അച്ഛനോടാണ്. ആ അങ്ങനെ നമ്മളോടൊക്കെ ഉണ്ട്, എന്നാലും ഒരു സ്നേഹം ഒരുപടി കൂടുതൽ അച്ഛനോട് തന്നെയാണ്. തന്നെ എല്ലാ പരാതികൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ അച്ഛൻ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോ അച്ഛൻ ചോദിക്കും ചേച്ചി ചായ തന്ന ആരെങ്കിലും ചീത്ത തന്ന, അപ്പൊ അവൾ അവളുടേതായിട്ടുള്ള ഇതിന് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ചേച്ചി ചായ കുടിക്കാനേ വന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അച്ഛനോടാണ് പരാതി പെട്ടി മുഴുവൻ തുറക്കുക. അച്ഛന് എന്തോ പറയാറ് അന്നേരം മോള്? പാപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അച്ഛൻ കരയും. അല്ല, അച്ഛന്റെ ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പളേ അതിന്റെ അകത്താണെങ്കിലും അച്ഛന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതാ അച്ഛനും അതുപോലെ വീട്ടിലെല്ലാരെക്കാളും പാപ്പിനായതുകൊണ്ടായിരിക്കാം. എന്താണ് പാപ്പി പറയാറ് അച്ഛൻ്റെ അടുത്ത് കൂടുതലും ഈ പരാതികളായിട്ട്? പുറത്ത് പോകാൻ ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുറത്തൊന്ന് എടുത്ത് നടക്കുകയാണെങ്കിലും അത്രയും സന്തോഷം. പുറത്ത് പോയി ഒരു ചായ, ഒരു ഉഴുന്നുവടയും, അതിൽ കൂടുതൽ അവൾക്കൊന്നും വേണ്ട. അത്രയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും വണ്ടിയൊക്കെ നിർത്തുകയൊക്കെ ചെയ്താൽ അപ്പൊ ദേഷ്യം വരും. അങ്ങനെ ചായ ചിലപ്പോൾ ഉഴുന്നുവടയും വേണ്ട, ചായ മാത്രം മതി. ഇങ്ങനെ പുറത്തൊക്കെ പോയി എല്ലാം കണ്ട് നടന്നു പോകാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ വണ്ടിയിൽ പോകാനും അങ്ങനെ ടാറ്റ ടാറ്റ എന്ന് പറയും. കുറെ ദിവസം നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ പറയും അമ്മ ടാറ്റ, അച്ഛാ ടാറ്റ, അങ്ങനെ പറയും. ഇപ്പൊ ഞങ്ങൾ ഒരു ഓട്ടോ എടുത്തിട്ട് വെറുതെ ഒരു റൗണ്ട്, ഒരു 150 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് വെറുതെ കറങ്ങിയിട്ട് വരും, ഒരു ചായയും കുടിച്ചിട്ട്. അപ്പൊ അവള് സന്തോഷമാവുമല്ലോ. ഒന്നും വാങ്ങിക്കാണ്ടാവില്ല, വെറുതെ ഒരു ഓട്ടോ എടുക്കും, ഒരു റൗണ്ട്. ചാലക്കുടി തന്നെയാണ്, ഒരു റൗണ്ട് കറങ്ങി ഏതെങ്കിലും ഒരു ചായക്കടയിൽ. ഇവിടെ ആണെങ്കിൽ നമ്മളിപ്പോ മുന്നേ താമസിച്ച വീട്ടിലാണ് അച്ഛൻ അവളെ എടുത്ത് നടക്കുമായിരുന്നു. അതിപ്പോ അത്യാവശ്യത്തിന് ആളങ്ങനെ കുറവുള്ള, അങ്ങനെയല്ല, അങ്ങനെ വണ്ടി അധികം വരില്ല, അപ്പൊ നടന്നു പോകാൻ പറ്റും. അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ വണ്ടിയെല്ലാം പോകും, നടക്കുകയും ചെയ്യും. ചാലക്കുടിയിലാണെങ്കിൽ അടുത്തൊക്കെ ആണെങ്കിൽ നടന്നു പോകും, അല്ലെങ്കിൽ നമ്മള് വണ്ടിയിൽ പോകും. നടന്നൊക്കെ കാഴ്ചയൊക്കെ കണ്ടുപോകാനാണ് ആൾക്ക് കൂടുതലും ഇഷ്ടം. എടുത്തിട്ട് പോവുമല്ലോ, ഇങ്ങനെ പോകും, ഈ കൈ വീശി വീശി ഇങ്ങനെ ആക്കിയിട്ട് പോകും. അതൊരു പ്രത്യേക സന്തോഷമാണ് അവൾക്ക്. പുറത്ത് അത് ടാറ്റയൊക്കെ പോയി വന്ന ആരാണോ കൊണ്ടുപോയാൽ ആളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതാണ് അച്ഛനോട് ഏറ്റവും കൂടുതൽ. ഞാനാവുമ്പോ കുറച്ചു ദൂരം പോയി അയ്യോ നടുവേദന ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ചെയ്താലും അച്ഛനോ ചീത്ത ഒന്നും പറയില്ല. ഇപ്പൊ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാലും നമ്മൾ പറയും പാപ്പി അത് ചെയ്യണ്ട, അപ്പൊ അവൾക്ക് നമ്മളോടൊരു ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ അച്ഛൻ അങ്ങനെ ഒന്നും പറയില്ല, അച്ഛൻ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അച്ഛനെ ഭയങ്കര സപ്പോർട്ടായിട്ട് എടുക്കും. അല്ലേ പാപ്പി? അച്ഛൻ ഈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും മോളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ മോള് തിരിച്ച്? ഇങ്ങനെ എടുക്കും.
എന്താ പറയാൻ എനിക്കറിയില്ല. അപ്പൊ എന്തേലും പറ അച്ഛാ. കാരണം ഇവരെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്നേഹം അച്ഛനോടാണ്, അച്ഛനോടാണ് കാര്യങ്ങളെല്ലാം അപ്പൊ ഞാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് മറ്റേ എന്തെങ്കിലും തോന്നി പറയും, അപ്പൊ തന്നെ വിളിച്ചു പറയും പാപ്പ എന്ത് ചെയ്യണം ചോദിക്കും. കുഴപ്പമില്ല പറയുമ്പോ ഒരു സന്തോഷം സംഭവം. അതിന് പെട്ടെന്ന് ഒരു മനസ്സിലേക്ക് അവിടെ എന്ത് ചെയ്യണം എന്നൊരു ഇതുണ്ട് സംഭവം ഇവിടെ ഇരിക്കുമ്പോ. അപ്പൊ അങ്ങോട്ട് എപ്പോഴാ ചെല്ലാറ്? അവിടെ പറഞ്ഞാൽ മറ്റേ നമ്മ വീട് വെക്കാനും ഇവിടെ വന്നു സമയത്ത് ഫുൾ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടാവാറുണ്ട്. അതാണോ ഈ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേന് അച്ഛന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എനിക്ക് പറഞ്ഞ പാപ്പി പറഞ്ഞ ജീവനകത്ത് പാപ്പിയെ എപ്പോ വിളിച്ചാലും അച്ഛനോട് എത്തുമോ? എപ്പോഴും. കാരണം വീഡിയോസിലൊക്കെ ആണെങ്കിലും അച്ഛൻ മോളെ തോളത്തിട്ടുണ്ട് നടന്നു പോണ പല വീഡിയോസും കാണാറുണ്ട്. ഒരു കയ്യില് മോളെയും പിടിക്കും, ഒരു കയ്യില് പാപ്പീനെയും പിടിക്കും. ഞാൻ വല്ലപ്പോഴും പോകാറുള്ളൂ. ഇവരുടെ കൂട്ടത്തിൽ നമ്മളെ നിക്കില്ല. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പുറത്താണ്. ഇവരൊരു ഇതാണ്, ഞങ്ങൾ ആരെയും കൂട്ടില്ല. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷമാണോ പതുക്കെ പാപ്പീനെ നടത്താനൊക്കെ ആയിട്ട് ശ്രമിച്ചു തുടങ്ങിയത്? അത് സത്യമായിട്ട് 2 വർഷം എടുത്തപ്പോ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷമാണ് പാപ്പി പറഞ്ഞ നല്ല മാറ്റവും ഇതൊക്കെ വന്നു. ആദ്യം പറഞ്ഞ പാപ്പി പറഞ്ഞാൽ ഇരിക്കില്ല സംഭവം, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഇരിക്കും ഇങ്ങനെ ചരിഞ്ഞിരിക്കും, ഒരു നടുവ് നിവർന്നിരിക്കില്ല, നടുവ് ഇങ്ങനെ വളഞ്ഞിട്ട് എവിടെയെങ്കിലും ബലത്തിൽ പിടിച്ചിട്ടിരിക്കില്ല. ഇപ്പൊ താഴെയാണെങ്കിലും നമ്മളപ്പോ വിചാരിക്കും ഇവള് സ്വന്തമായിട്ടിരിക്കാന്ന്, പക്ഷെ ഇവള് ഈ ചെയറിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്, അതില് പിടിച്ച് ഇരിക്കുകയാണ്. നമ്മള് വിചാരിക്കണം അവള് ഇരിക്കണ്ട് എന്നാണ്. അല്ല, വെറുതെ പിടിച്ച് അതിന്റെ ഒരു ഇതില് പിടിച്ചിരിക്കായിരുന്നു. അച്ഛാ, ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം മോൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കും? മോൾക്ക് പറഞ്ഞ ഇപ്പൊ ആളുകൾ വന്ന് പറഞ്ഞാൽ മറ്റേ തിരിച്ചറിയുന്നുണ്ട് സംഭവം. ഇപ്പൊ ഞാനാണെങ്കിലും ജോഷിയാണെങ്കിലും അമ്മേനെ അടുത്ത് വരുമ്പോൾ ആദ്യം ഒന്നും അറിയില്ല സംഭവം, ആരും ഒന്നും അടുത്തിരുന്നാലും അറിയില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അടുത്ത് വന്നാലും അച്ഛ അമ്മ പറയും. പിന്നെ അതിന് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ദേഷ്യം അവളെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് പ്രതികരിക്കുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ട്, കരയുന്നുണ്ട്, സന്തോഷമാണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ നല്ല മാറ്റം. ഈ ദേഷ്യം വരുമ്പോഴത്തേനും അച്ഛനെ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല, എന്നെ എപ്പോഴും അവള് ഉപദ്രവിക്കുന്ന ചെവിയിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാവരുടെയും ചെയ്യില്ല. അപ്പം അത്രയും അച്ഛനെ എപ്പോഴും ഇങ്ങനെ ചെവിയിലെ പിടിച്ച് വലിക്കും, എന്നെ വല്ലപ്പോഴും കയ്യിലെ പിടിച്ചും. അമ്മനെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അവൾ അത്രയും ഇതായിട്ട് പുറത്തത്തെ ആരെയും ഒന്നും ചെയ്യില്ല, അവർക്ക് ഉമ്മ മാത്രമേ കൊടുക്കുള്ളൂ. അതും അത്രയും അറിയണവര് അവളുടെ കൂടെ നിൽക്കും, അങ്ങനെയുള്ളവരെ മാത്രം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അല്ലാത്തവരെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും. മുന്നൊക്കെ ആര് വന്നാലും കരയായിരുന്നു, വീട്ടില് ആര് വന്നാലും ഇങ്ങനെ ഇവൾക്കൊരു പേടി പോലെയായിരുന്നു. കാരണം അവരടുത്തത് ചോദിക്കാൻ പോണ കാര്യം എന്ത് പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവൾക്കത് ഇഷ്ടമാവാത്തതുകൊണ്ടായിരിക്കും അവള് കരയുക. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ വന്നു എന്ന് വെച്ചാൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇപ്പൊ നേരത്തെ മോൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു എന്തെങ്കിലും ഒരു പാത്രം വീഴുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പേടിച്ച് പനി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞെട്ടുമായിരുന്നു അവള്, എന്ത് ചെറിയൊരു ശബ്ദം കേട്ടാലും പെട്ടെന്ന് ഞെട്ടും. ഇപ്പൊ അങ്ങനെ ഞെട്ടാറില്ല. നമ്മളെ മുന്നിങ്ങനെ ഇവളെ ഇരിക്കറിയാം, അപ്പൊ നമ്മളിങ്ങനെ തൊട്ടാ മതി, അപ്പൊ ഇങ്ങനെ ഒറ്റ നെട്ടും. എന്നിട്ട് ചിലപ്പോ പനിയൊക്കെ വരാറുണ്ട്. എന്ത് ചെറിയൊരു ശബ്ദമാണെങ്കിലും മതി, ഇങ്ങനെ തൊടുമ്പോഴും അല്ലെങ്കിൽ എന്തേലും വീണാലും പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴും അപ്പോഴൊക്കെ ഇങ്ങനെ ആക്കി ഞെട്ടും. അങ്ങനെ പനിയൊക്കെ വരാറുണ്ട്. ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ടോ അച്ഛാ? ഇപ്പൊ പേടിക്കാറൊന്നുമില്ല. ഇപ്പൊ പടക്കം പൊട്ടുമ്പോ പോലും അവിടെ നിന്ന് ഇട്ടേ ഇട്ടേ എന്ന് പറയുന്ന ആളാണ്. സന്തോഷാണ്. നിക്കുന്നല്ലേ. അച്ഛൻ മോക്ക് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? പാട്ട് ഞാൻ പാടുന്ന സംഭവം അന്നേരം അവൾക്ക് മൊബൈലിൽ പാട്ട് വെച്ച് കൊടുക്കും, നോക്കിക്കൊണ്ടെങ്കിൽ ടി വി കാണും. ഇപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഉണ്ടായിരുന്നു, മോള് അച്ഛനെ ഒരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട്, ഒരു റിയാക്ഷൻ വീഡിയോ. കാരണം പണി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് കയ്യിൽ 2 കിറ്റും ഉണ്ട്. ആ കിറ്റും വെച്ചിട്ട് നേരെ വന്നു കഴിയുമ്പോഴത്തേനും മോളൊരു വീഡിയോ കാണിച്ചു കഴിയുമ്പോഴത്തേനും അച്ഛനത് പിടിച്ചോണ്ട് കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് പോവും. പക്ഷെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ല, അത് ഇവരുടെ ഒരു കല്യാണത്തിന്റെ ഒരു ഫോട്ടോ, അതായത് അച്ഛൻ്റെ അമ്മേന്റെയും ഇപ്പോഴത്തെ ഫോട്ടോ, അത് ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിങ്ങനെ വീഡിയോ കിട്ടിയപ്പോ യൂട്യൂബിലിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛൻ വരുമ്പോ കാണിച്ചു കൊടുക്കുക, അച്ഛന്റെ റിയാക്ഷൻ നോക്കാന്ന്. അച്ഛൻ ഇങ്ങനെ കേറി വന്നു, വീഡിയോ കാണിച്ചു, അതിലിങ്ങനെ നോക്കി എന്റെ കല്യാണ ഫോട്ടോ ഇവിടെ നോക്കുമ്പോഴേക്കും ഇവിടെ നിറയെ സ്വർണ്ണം, ഞാനും മൊത്തം മാറി, ഞാനേ ആളെ മൊത്തം മാറി. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു റിയാക്ഷൻ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ കണ്ടുകിടാനിരുന്നു. അത്രയാണ്. വീഡിയോ എടുക്കുന്നത് എനിക്കറിയില്ല. അമ്മ മാറി നിന്ന് വീഡിയോ എടുക്കായിരുന്നു. അമ്മ ഇങ്ങനെ കണ്ടൊന്നിരുന്നു. അല്ല, ആളുകൾ ആ ഫോട്ടോ കണ്ടാ ചോദിക്കേ കല്യാണം ഫോട്ടോ ഈ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ എന്തേ രക്ഷപ്പെട്ടെ ചോദിക്കും, ഇതാണോ കല്യാണ ഫോട്ടോ? അപ്പൊ നമ്മള് റീക്രിയേറ്റ് ചെയ്താണ്, ഇതുണ്ടെങ്കിൽ നമ്മളെപ്പോഴും രക്ഷപ്പെട്ടേനെന്ന് പറയും. ഏകദേശം ഒരു 100 പവനെങ്കിലും ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, റീക്രിയേറ്റ് ചെയ്യണ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചെയ്ത് തന്നതായിരുന്നു അവര്. അച്ഛാ, ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്.
ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ടോടെ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായില്ല. എന്നാലും എനിക്ക് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു തൊട്ടപ്പെടുത്ത ഒരു വീട്ടിലൊരു ചേട്ടൻ മുരളിയേട്ടൻ പറയുന്ന സംഭവം. ആള് പറഞ്ഞ ഞങ്ങൾ ഇതിപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസം തന്നെ ആയിട്ടുള്ളൂ. ആള് എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ആളുടെ വീട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തണം. ആളും ചേച്ചി നല്ല സപ്പോർട്ടും, പിന്നെ കുട്ടികളെ അവരുടെ നല്ല സപ്പോർട്ടാണ് സംഭവം. പിന്നെ കുറച്ച് അപ്പുറത്തും ഉണ്ട്, നല്ല എല്ലാം സപ്പോർട്ടുണ്ട് എല്ലാവരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓലപ്പേരയിലായിരുന്നു. കിടന്നിട്ട് മേളിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് മാനം കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് സ്വന്തക്കാരൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യില്ലേ, മോക്ക് സുഖമല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നൂടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ തന്നെ അവിടെ ഇരുന്ന് ഇപ്പൊ ഇങ്ങനെ വീടൊക്കെ ആയി. അല്ല, അങ്ങനെ എന്തെങ്കിലും അവരോട് സംസാരിക്കുവോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ മറ്റേ വീട് തറവാട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അവിടെ വന്ന് ഇരിക്കാന്നൊക്കെ പറയാം. പക്ഷെ ഞാനിപ്പോ ഇവരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇപ്പോ ഒരു മാസമായിട്ട് ഇവിടെയാണല്ലോ. അപ്പൊ ഞാൻ പിന്നെ തിരിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം മുഴുവൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങളായിട്ട് പോകണം. ഈ വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 2 വർഷമായി സംഭവം. ഇപ്പഴാ മറ്റേ ഒരു നമുക്ക് മറ്റേ ഈ ആയത്. ഓക്കെ, ഇത് എങ്ങനെ നമ്മള് നേരെ സ്ഥലം മേടിച്ച് അങ്ങനെ പണിതാണോ? ഇത് മറ്റേ പഞ്ചായത്തിൽ നിന്ന് മറ്റേ കിട്ടിയതാണ്. പിന്നെ ലൈഫ് മിഷന്റെ ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനേക്കാൾ നമുക്ക് മറ്റേ കിട്ടുന്നതിനും നല്ല അർഹത ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, അർഹതയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ മെമ്പറിനെയും ഇവരൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്ത് കയറി വന്നിട്ട് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാലക്കാട്ടിലെ ഒരു കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ വന്ന് നോക്കിയിട്ട് പിന്നെ റെഡിയായി കിട്ടിയത് സംഭവം ലൈഫ് മിഷനിൽ. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടും പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ പാപ്പിക്ക് പറഞ്ഞാൽ 10 വയസ്സായി സംഭവം. അവള് പറഞ്ഞാൽ ഒരു 2 വയസ്സാകുമ്പോൾ നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാപ്പിക്ക് ഇങ്ങനെയുള്ള കുട്ടിയാണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മറ്റേ വീട്ടിൽ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മറ്റേ അങ്ങനെ ഒരുപാട് പ്രതികരിച്ച കാരണം നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ കുറച്ച് വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോഴാ പാലക്കാട്ടത്തെയും അങ്ങനെ കുറച്ച് പുറത്തുള്ളവര്, അപ്പൊ അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ കിട്ടിയത്. അല്ല, ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും പൊതുപ്രവർത്തകരോ കാര്യങ്ങൾ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല? ഇല്ല, തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഇപ്പോഴാണ് നമ്മളിപ്പോ വെളിയിൽ അറിയണ കാര്യം ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബ് ഇങ്ങനെ അറിയണോണ്ട് നമ്മളുടെ അടുത്ത് ഇപ്പൊ നല്ലൊരു ഇതുണ്ട്. ഇപ്പൊ നമ്മൾ എന്തിനെങ്കിലും പോയ പെട്ടെന്ന് ചെയ്തു തരാറുണ്ട്. പക്ഷെ മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകളായിരുന്നു ഈ വീട് പണിതുകൊണ്ടിരുന്നപ്പോ നേരിട്ടുകൊണ്ടിരുന്നത്? നമ്മൾ അസ്ഥിവാരം കെട്ടിയിട്ട് തന്നെ അസ്ഥിവാരം കെട്ടിയിട്ട് എത്ര 6 മാസമൊക്കെ കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് വെക്കാൻ. ഇപ്പം നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്കൊന്നും കാര്യമായിട്ട് വരുമാനമോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ചുമര് വരെ, പിന്നെ സൺസൈഡിനും അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു 3 മാസം 6 മാസം അങ്ങനെ നിർത്തിയിട്ട് ചെയ്യുക. പിന്നെ കോണ്ടാക്ട് കൊടുത്താൽ ആ ചേട്ടൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അയാൾ ചെയ്യും. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കും. പിന്നെ എൻ്റെ യൂട്യൂബ് ഇവളുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിന് വേണ്ടിയിട്ട്. ഒരുപാട് ചേച്ചിമാര് സംഭവം പാപ്പിക്ക് വേണ്ടി നമ്മൾ വീട്ടിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലായിരുന്നു? മറ്റേ പൈസ സംഭവം സഹായിച്ചിട്ടുണ്ട്. വീട്ടിന് വേണ്ടിയ കാര്യങ്ങൾ ഇന്നത് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരാൾ സ്പോൺസർ ആയിട്ട് വീടിന്റെ പണിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. AC ഇൻവെർട്ടർ നമ്മൾ ചെറിയ വീട്ടിന്റെ ആവശ്യമൊന്നുമില്ല. പാപ്പിക്ക് ചൂട് പറ്റില്ല പറഞ്ഞപ്പോൾ അവര് AC ഇൻവെർട്ടർ വെക്കണം മറ്റേ അങ്ങനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഈ AC-യും ഇൻവെർട്ടർ മാത്രമാണോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയുള്ളൂ? പിന്നെ അവരോട് ഞാൻ ചോദിക്കില്ല. അച്ഛൻ കൂടുതലും യൂട്യൂബിലേക്ക് അങ്ങനെയൊന്നും പോകാറില്ല. ഇല്ല, അങ്ങനെ വീഡിയോസ് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. അച്ഛൻ പല വീഡിയോസും അച്ഛൻ കാണാണ്ടായിരിക്കും നമ്മൾ എടുത്തു വെക്കണത്. അച്ഛൻ ചീത്ത പറയുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്തിട്ട് അതിന് മുന്നുള്ള ഭാഗമായിരിക്കും ഇടുന്നത്. അതൊക്കെ ചെയ്യണ അമ്മയാണ്. അച്ഛൻ കാണാണ്ട് പോയി വീഡിയോസ് എടുക്കുക അങ്ങനെയുള്ളതൊക്കെ. അതെന്താ അച്ഛന്റെ വീഡിയോസ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഞങ്ങളുടെയൊക്കെ എടുത്തിട്ടു, അതൊന്നും റീച്ച് കിട്ടണില്ല. അപ്പൊ ഒരു ദിവസം ഇവര് നമ്മളെ ഓലപ്പെരയിൽ ഇരിക്കണ സമയത്ത് ഒരു ദിവസം ഇവര് റോട്ടിൽ കൂടെ നടക്കണ ഒരു ഇതിട്ടു. അപ്പൊ അത് പെട്ടെന്ന് തന്നെ കേറിപ്പോയി 3 മില്യൺ വ്യൂസ് കിട്ടി. ഇത് കൊള്ളാലോ, ഈ മനുഷ്യൻ ഒന്നും ചെയ്യണില്ല, ചെയ്യണത് മൊത്തം എനിക്കൊരു പേരും ഇത് കൊള്ളാലോ, ഈ മനുഷ്യൻ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഇവളെ എവിടെയെങ്കിലും കളിപ്പിക്കാനോ, അവിടെ ഒരു ചാല് വരുമ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കൂടിയൊക്കെ വൈകുന്നേരം സമയത്ത് എടുത്ത് നടക്കും. അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോ ഞാൻ അറിയാത്ത പോലെ ഫോണും പിടിച്ചിട്ട് പോയി അറിയാതെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഓലപ്പേരയിൽ ഇരുന്നിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട്, അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരു നോട്ടം നോക്കും, വീഡിയോ എടുക്കണോ
അപ്പൊ ആ ഭാഗം ഞാൻ ഒന്നും മനസ്സമാധാനത്തിൽ ഇരിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറയും. അച്ഛൻ അങ്ങനെ യൂട്യൂബിൽ വരാനൊന്നും താല്പര്യമില്ല, അച്ഛൻ കാണാണ്ട് എടുക്കുന്ന വീഡിയോസ് ആണ്. കമന്റ് ഒക്കെ വായിക്കണം, ഞങ്ങൾ ഇരുന്ന് ചിരിക്കും, കഷ്ടപ്പെടുന്ന മൊത്തം അമ്മ എന്നിട്ട് അതിന്റെ കമന്റ് മുഴുവൻ അച്ഛൻ ഇരുന്ന് വായിക്കും. അച്ഛന്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ എല്ലാ കമന്റും അച്ഛൻ വായിച്ചു വെക്കും. അങ്ങനെയൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഒരു വൈഷ്ണവ് പ്രകാശ് വന്നിട്ട് ഈ കുട്ടിനെ എന്തിനാ ഇരുത്തണത്, കൊണ്ടുപോയി കുളത്തിൽ കൊണ്ട് കള, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ഒരുപാട് പേര് കാണുമല്ലോ, അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് ആരാണെന്ന് പോലും അറിയില്ല, അവർക്ക് ചിലപ്പോ സൈക്കോ ആയിരിക്കും. സൈബർ സെല്ലിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ല. പബ്ലിക് ആവുന്ന സമയത്ത് നമ്മള് ഒരു പബ്ലിക്കിൽ വരുമ്പോ നെഗറ്റീവും വരും പോസിറ്റീവും വരും. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളെയും അപമാനിക്കുന്ന രീതിയിൽ വരുമ്പോ നമുക്ക് വിഷമമല്ല, അതുകൊണ്ട് നമ്മൾ കേസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇവര് രണ്ടുപേരും. അങ്ങനെ എന്നിട്ടും വലിയ ഇതൊന്നും ഉണ്ടായില്ല, അന്വേഷിക്കാന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എത്രയായി, കുറച്ചധികമായി, ഒരു 7-8 ഒരു വീഡിയോയിൽ അച്ഛൻ വന്ന് പ്രതികരിച്ചത്. ആ വീഡിയോയിൽ അച്ഛൻ നന്നായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്ളോഗിലായിട്ട് അച്ഛൻ അങ്ങനെ നന്നായി സംസാരിച്ചത് അതിലാണ്. അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ അത് ചെയ്യാണെന്ന് നമ്മളെ പറയാൻ പറയുമല്ലോ, അപ്പൊ പറയും. അല്ലാണ്ട് പ്രതികരിച്ചത് ആ ഒരു വീഡിയോയിലാണ്. അച്ഛൻ ഇങ്ങനെ മോളെ ഇങ്ങനെ പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ അന്ന് അച്ഛൻ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, മോളെ എടുത്ത് കിണറ്റിലിടുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഏതൊരു അച്ഛനും സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും ആരാണെങ്കിലും ഒന്ന് പ്രതികരിക്കുമോ? ഞാൻ നേരിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ മറ്റേ നമ്പർ എടുത്ത സംഭവം, നീ എന്നെ കോൺടാക്ട് ചെയ്ത സംഭവം, എവിടെ സ്ഥലമുണ്ട് ഞാൻ വീട്ടിൽ വരാ പറഞ്ഞു. ഞാൻ പറഞ്ഞ സംഭവം എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ മറ്റേ വേറെ ഒന്നും കൂടുതൽ ഞാൻ സംസാരിക്കാൻ അവര് നമ്മളോട് തിരിച്ച് സംസാരിക്കണം, അപ്പൊ നമുക്ക് മാത്രമല്ലേ പറയാനുള്ളൂ. തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു ഇതിനുള്ളത് കൊടുത്തേനെ. ഇവര് ഈ പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാണ്ട് ഒരു റൂമിലിരുന്ന് വീഡിയോസ് ഇങ്ങനെ കണ്ട് നെഗറ്റീവ് കമന്റ് ഇട്ട് അവർക്ക് അങ്ങനത്തെ മാത്രം അറിയുള്ളൂ. അല്ലാണ്ട് അവർ എത്രത്തോളം കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണോ, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാ ജീവിക്കണേ, അങ്ങനെയൊന്നും ഈ ഇടുന്ന ആളുകൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് എത്രത്തോളം നോവിക്കും ആ ഒരു കമന്റ് കാണുമ്പോൾ, അതൊന്നും ഇവർക്കറിയില്ല. ഇവർക്ക് ഇങ്ങനെയല്ലേ ഈ കമന്റ് ഇങ്ങനെ ഇട്ടിട്ട് പോണ മാത്രമല്ലേ ഇവർക്ക്, അത്രേ ഉള്ളൂ. ഇത് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി കുറെ കമന്റ് കിടന്ന് കുത്തി ഇരുന്നിടുക. പിന്നെ നമ്മൾ അതിന് പറയുമ്പോൾ ആ വീഡിയോക്ക് അല്ലാണ്ട് വേറെ ഏതെങ്കിലും വീഡിയോക്കൊക്കെ കമന്റ് ഇടുക. ഇതൊക്കെയാണല്ലോ ഇവരുടെ. പുള്ളി പിന്നീടും കമന്റുകൾ പിന്നീട് ഒരു പ്രാവശ്യം ഈ അടുത്തായിട്ട് ഇട്ടിട്ടുണ്ട്, നിനക്ക് അത് തന്നെ വേണോടി എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ ആൾക്ക് വൈരാഗ്യം ഇവളെ അറിയണ്ടെന്ന് വിചാരിച്ചായിരുന്നു. അത് പറയുമ്പോ അതുകൊണ്ട് നമ്മൾ അത് അന്നത്തോടുകൂടി എല്ലാം നിങ്ങൾ മാത്രം മാറിയുന്ന. ഞാൻ ചിലപ്പോ ഞങ്ങള് രണ്ടുപേരും അറിയാറില്ല, അത് അമ്മ എന്നെ സോൾവ് ചെയ്യുന്നതാണ്. ഞാൻ അറിയാറുണ്ട് ചിലത്. എന്നെ കുറിച്ച് പറയുന്ന ആൾക്കൊരു ചെറുതായിട്ടുള്ള ഇപ്പൊ വന്നോണ്ടിരിക്കണ്ടേ, എനിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ഇപ്പൊ ഈയിടെയായിട്ട് അത് മാറ്റമായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. സംസാരിക്കും പാപ്പി, ഇവൾക്ക് ഇവളെ സുന്ദരിയാണ് എന്നൊക്കെ പറയണതും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാപ്പി അത് ചെയ്തല്ലോ, നല്ല കുട്ടിയാണെന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷാണ്. ആള് എല്ലാത്തിനും ഒരു പ്രോത്സാഹനം ആഗ്രഹിക്കണ്ട, അല്ലേ പാപ്പി? നീ സംസാരിച്ചാ എല്ലാരും നിന്നെ പ്രോത്സാഹിപ്പിക്കും. പാപ്പി ശരിക്കും പറഞ്ഞ ചാലക്കുടി ചെന്നതിന് ശേഷമാണ്, ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷമാണ് ഒരു മാറ്റം വന്നതെന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് അവിടെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് നമ്മളെ പറഞ്ഞാൽ മറ്റേ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മറ്റേ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യാൻ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ബ്രെയിൻ ഡാമേജ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ക്ലോസ് ചെയ്യും. അപ്പോ ഇവരുടെ ശരിക്കുള്ള എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല, എന്നാലും ഞാൻ പറയാം. രണ്ട് എല്ല് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കാം. അപ്പൊ സാർ അതിങ്ങനെ തലോടി ഇങ്ങനെ കുറച്ച് ഉള്ളിലായിരിക്കുമല്ലോ, അപ്പൊ നമ്മൾ അതിനെ പുറത്തുള്ളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ ആളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോ സാറിന് അത് കിട്ടും, ആ ഒരു ഇത് കിട്ടും, കിട്ടും. അപ്പൊ അതിനെ മെല്ലെ പതുക്കെ പുറത്തിട്ട് അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മറ്റേ B90 ഭർത്താവ് മനോജ് അറിയില്ല, അവര് 10ാമത്തെ സാൻവിയോ ക്ലിനിക്കില് മറ്റേ വന്നിട്ട് എല്ലാം മറ്റേ അവര് വന്നിട്ടുണ്ടായിരുന്നു. വാർഷികം മറ്റേ അവരും ഉണ്ടായിരുന്നു, B90 മറ്റേ മനോജ് ചേട്ടൻ അവരൊക്കെ വന്ന് ഇങ്ങനെ ആ ഒരു നെർവുകൾ അത് നമുക്ക് സ്കാനിങ് റിപ്പോർട്ടിൽ പോലും കാണാത്ത അത്രയും കുഞ്ഞതായിരിക്കും. അപ്പൊ ഇത് സാറിന്റെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മളെ പോലുള്ള ഇവരൊക്കെ എവിടെ കൊണ്ടുപോകണ്ടേ, എവിടെ കൊണ്ടുപോയിട്ടും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല.